13-ാം തീയതി 11-നും 11:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ നീ മറ്റൊരു ജീവിതത്തിലേക്ക്, ഞാൻ മറ്റൊരു ലോകത്തേക്കും. കുന്തമാ ഈ ഷൂസ് ഒന്ന് ഇട്ടേരോ പ്ലീസ്. നിന്റെ ഡാഡിയോട് പറ. ഡാഡി മമ്മിയുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്ക. അയ്യേ, കോന്തൻ ഡാഡി അല്ലേ? ഡാഡിക്ക് ബിപിയാ. എന്താ ബിപി എന്നറിയോ? ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടി. കോന്തള്ളി മുത്തച്ഛന്റെ വീട്ടിലെ കല്യാണത്തിന് കുന്തമാവ് വരുന്നില്ലേ? ഇല്ല. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മോളുടെ ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചിരിക്കാൻ ഒരു തമാശ ഒരുക്കണ്ടേ? എന്ത് തമാശ? അത് തിരിച്ചു വരുമ്പോ കാണാം. ഒരുക്കങ്ങൾ കാണുമ്പോ കല്യാണ പെണ്ണ് ഇവിടെയാണോ എന്നൊരു സംശയം. 11-നും 11:30-ക്കും മധ്യയാണ് മുഹൂർത്തം. ഇപ്പൊ തന്നെ മണി 10 നോക്കൂ. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ, കാക്കച്ചി കൊത്തി പോയി. അങ്ങനെയല്ല, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. ഇന്ന് കാക്കച്ചി കൊത്തി പോകും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയട്ടെ. എന്താണ് മോനെ? കഴുതയുടെ കല്യാണത്തിന് 2 കൊരങ്ങന്മാർ കച്ചേരി നടത്താൻ പോകുന്ന പോലെയുണ്ട്. ഇറങ്ങുന്നുണ്ടോ ഇങ്ങോട്ട്? കച്ചേരിക്ക് സമയമായി, കല്യാണത്തിന് സമയമായി. കൊരങ്ങ അല്ല, എന്നാണ് അവൻ വിളിച്ചത്. നമുക്ക് കാണാം. ഊണിനൊന്നും നിക്കില്ല. താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനിങ്ങി പോരും. ഇവിടെ വരെ വന്ന് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ? സമയായി, അമ്മ റെഡിയായില്ലേ? വാ പോകാം. ഇതാ വരുന്നു. പരട്ടെ മോനെ. നടക്ക്. ഒന്നുകൂടി വരുന്നുണ്ടോ? ആഹ്ലാദത്തോടെ പോയി ആശംസിച്ചു വരൂ. കല്യാണ അടിയന്തരം കഴിഞ്ഞു വരുമ്പോ ചാവടിയന്തരത്തിനുള്ള ഒരുക്കം ഞാൻ അവിടെ റെഡിയാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഒരപേക്ഷയുള്ളൂ. മരണാനന്തരം എന്റെ ശരീരാവയവങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണം. കണ്ണുകൾ എന്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അവൾക്ക് നൽകണം. ഹൃദയം നിഷ്ഠൂരം ഞങ്ങളെ വേർപ്പെടുത്തിയ ഹൃദയമില്ലാത്ത അവളുടെ അച്ഛൻ കോന്തുണ്ണുന്നാർക്ക് തന്നെ സമർപ്പിക്കണം. കിഡ്നി വിറ്റ് വല്ലതും കിട്ടുമെങ്കിൽ നീ എടുത്തോളൂ. അവശേഷിക്കുന്ന മജ്ജയും മാംസവും തെരുവ് വെട്ടികൾക്കോ ചെന്നായ്ക്കൾക്കോ കൊടുക്കരുത്. എന്റെ അളിയന്മാർക്ക് വേണം. അവർ സുഭിക്ഷം തിന്നോട്ടെ എന്ന് ഹൃദയപൂർവ്വം പരേതൻ. സാധനം വച്ചടുത്ത് കാണൂല. നാശങ്ങളൊന്നും തീയും മുട്ടിയിട്ടില്ല. എവിടെ കാര്യമില്ല. അമ്മയുടെ അമ്മ ചാവാൻ നിർത്ത. അവന്റെ അമ്മയുടെ ഒരു ഉല്ലിഞ്ഞ് പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും ഓ സാർ എന്തെങ്കിലും പിച്ച തരണേ. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഉണ്ടായിരുന്ന പിച്ചക്കാരൊക്കെ ഒരു തെണ്ടിയുടെ കല്യാണത്തിന് ഭിക്ഷ ഉണ്ണാൻ പോയിരിക്കയാ. സാറ് കുളിക്കായിരുന്നോ? ഇതെന്താ മണ്ണെണ്ണയില്? അതെ, ഇവിടെ എല്ലാവരും മണ്ണെണ്ണയിലാണ് കുളിക്കാറ്. കേട്ടിട്ടില്ലേ എണ്ണക്കിണറിന്റെ നാട്ടിലെ പൗരന്മാരെ പറ്റി? പേർഷ്യൻ സിറ്റിസൺസ്. തീപ്പെട്ടി ഉണ്ടായില്ലേ? ഇല്ല. ഒരു തീപ്പെട്ടി കോല് പോലും സ്വന്തമായി കയ്യിലെടുക്കാൻ കഴിവില്ലാത്ത താനൊക്കെ പിച്ചക്കാരനാടോ പരത്തിണ്ടിയുടെ മോനെ പട്ടി. പേർഷ്യൻ സാർ അവസാനത്തെ ഭിക്ഷയാണ്, അത് അറിഞ്ഞു കൊടുക്കണം. സാർ ഈ പാവത്തിന് എന്തെങ്കിലും തരണേ സാർ. ആവശ്യമില്ലാണ്ട് കിടന്ന് അലറി. സ്വന്തം വർഗക്കാരുടെ പേര് ചീത്തയാക്കരുത്. തിണ്ടിൽ കൊണ്ടുവരാ ഒരു അന്തസ്. സാർക്ക് അത് ഫീൽ ചെയ്തോ? സോറി സാർ. അമ്മേ ദാ വച്ചോളൂ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യ. പോയി നല്ലൊരു തെണ്ടിയായി ജീവിക്കൂ. 2 3 4 5 ആ
ഓടിവായോ. ആകാശത്തിൽ നിന്നല്ല, കണ്ടോ? പാതാളത്തിൽ നിന്നാണോ?